ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെവിടെയാണ് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ട്രിവാൻഡ്രം ജില്ലയിലുള്ള പുല്ലമ്പാറ പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ഹരിതകർമ്മ സേനയെ ഈ പഞ്ചായത്ത് നിയോഗിച്ചിട്ടുള്ളത് എന്തിനാണ്? നമ്മുടെ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് സൈഡിലെല്ലാം കിടന്ന് കൊതുക് ജന്യ രോഗങ്ങൾ വരുമെന്നുള്ള രീതിയിൽ 50 രൂപ നമ്മുടെ നിന്ന് പിടിച്ചു വാങ്ങിച്ച് അവർ നമ്മുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെയാണ് ഡംപ് ചെയ്യുന്നത്. ഇതിനേക്കാളും നമ്മുടെ വീട്ടിലിട്ടിരുന്നാൽ പോരെ? എന്തുമാത്രം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്? വർഷങ്ങളായിട്ട് അവിടെ വേസ്റ്റ് ഡംപ് ചെയ്ത് അത് എടുത്തുകൊണ്ട് പോവാതെ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ അഴുക്ക് കൂമ്പാരങ്ങളുടെ ഇടയിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? കണ്ടില്ലേ, ഹോസ്പിറ്റലിലെ സിറിഞ്ചും അതുപോലെ ട്രിപ്പ് ബോട്ടിലും ഇതെല്ലാമാണ് ഈ വേസ്റ്റിനിടയിൽ തന്നെ ഉള്ളത്. നിങ്ങളപ്പോൾ അവസ്ഥ എന്താണോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ടാലോ കത്തിച്ചാലോ ഫൈൻ അടിക്കാൻ വരുന്ന പഞ്ചായത്ത് ഇതൊന്നും കാണുന്നില്ലേ? അതോ പഞ്ചായത്തിന് ഒത്തിരി ദൂരെയാണോ ഈ സ്ഥലം? അല്ലല്ലോ. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കലയമുഖം ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ നടന്നാൽ കാണാവുന്നുള്ളൊരു സ്ഥലത്താണ്. എന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടേക്കുന്നത്. ഈ മാലിന്യ കൂമ്പാരം ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ എന്തുകൊണ്ട് ഒരു ബാഡ്മിൻ്റൺ കോർട്ടോ ഒരു വോളിബോൾ കോർട്ടോ എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നുകൂടാ? അതിന് മുൻകൈയിട്ടെടുക്കാൻ ആരുമില്ല. അതാണ് മെയിൻ കാര്യം. ഡിജിറ്റൽ പഞ്ചായത്ത് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിന്.